So, അടുത്ത question number 4 ആണ്. Fourth question ഇതാണ്. Figures below show water flowing through horizontal pipe from left to right. Note that pipe in the middle is narrower. Choose the appropriate depiction of water levels in the pipes. അത് വാട്ടർ ലെവൽസിന്റെ വാട്ടർ ലെവൽ എങ്ങനെ വരും എന്നാണ് ചോദ്യം. ഒരു വെഞ്ചുറി ട്യൂബ് എന്നൊക്കെ പറയാം ഇതിന് നമുക്ക്. ഒരു പൈപ്പ് ഉണ്ട്, ക്രോസ് സെക്ഷൻ വേരി ചെയ്യുന്ന പൈപ്പാണ്. ഇവിടെ ഒരു ഇതുണ്ട്, ഇങ്ങനെ ഓരോ ട്യൂബ്സ് ഉണ്ട്. ഇതിലൂടെ വാട്ടർ ഫ്ലോ ചെയ്യാണ്. വാട്ടർ ഈസ് ഫ്ലോയിങ് ത്രൂ ദിസ്. ഓരോന്നിലും ഒരു പെർട്ടിക്കുലർ ലെവലിൽ വാട്ടർ ഉണ്ടാവും. അപ്പൊ ചോദിച്ചത് എന്താണ്, ഇതിനകത്ത് ഏതാണ് കറക്റ്റ് ആയിട്ട് വാട്ടർ ലെവല് ഡെപ്പിക്ട് ചെയ്യുന്നത്, ഏത് ഫിഗറിലാണെന്നാണ്. ഇതില് എവിടെയായിരിക്കും വാട്ടർ ലെവൽ കൂടുതൽ ഉണ്ടാവുന്ന? നടുവിലാണോ, അതായത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറഞ്ഞിടത്താണോ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടിയിടത്താണോ വാട്ടർ ലെവൽ കൂടുതൽ ഉണ്ടാവുക? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറഞ്ഞെടുത്താണോ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടിയെടുത്താണോ വാട്ടറിന്റെ ലെവല്, ആ കറസ്പോണ്ടിങ് ഇതിനകത്ത് ലെവല് കൂടുതൽ ഉണ്ടാവാം വെർട്ടിക്കൽ പൈപ്സ്? എവിടെയാണ് ഉണ്ടാവുക? എങ്ങനെ പറയാം? അപ്പൊ ആ ഇതിനകത്ത് വെർട്ടിക്കൽ പൈപ്സിലുള്ള ലെവല് എന്തിനെയാണ് കാണിക്കുന്നത്? ദാറ്റ് ഷോസ്, അതെന്തിനെയാണ് കാണിക്കുന്നത്? വെർട്ടിക്കൽ പൈപ്പിലുള്ള ലെവല്. That shows the pressure inside that particular section. അപ്പോ ഇവിടെ ഇതാണ് ഫസ്റ്റ് പൈപ്പ്, ഇത് സെക്കൻഡ് പൈപ്പ്, ഇത് തേർഡ് പൈപ്പ്. ഇങ്ങനെ 3 പൈപ്സ് ആണല്ലോ. സോ 1ലുള്ള ലെവൽ എന്താണെന്ന് ചോദിച്ചാൽ അത് ഇവിടുത്തെ പ്രഷറാണ്, ഈ റീജിയനിലുള്ള പ്രഷറാണ് കാണിക്കുക. 1ന് അടുത്തുള്ള റീജിയനിലുള്ള പ്രഷറാണ്. 2ലുള്ള ലെവൽ എന്താണ് കാണിക്കുന്നത് വെച്ചാൽ ഇവിടുത്തെ ഈ റീജിയനിലുള്ള 2ന്റെ അടുത്തുള്ള റീജിയനിലുള്ള പ്രഷറാണ്. 3ലുള്ള എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത് വെച്ചാൽ 3ന്റെ അടുത്തുള്ള റീജിയനിലുള്ള പ്രഷറാണ്. അപ്പൊ ഹൈറ്റ് കൂടുതലാണെങ്കിൽ അവിടുത്തെ പ്രഷർ കൂടുതലാണെന്നാണ് അതിന്റെ അർത്ഥം. ഇതിനകത്ത് എവിടെയായിരിക്കും ലെവൽ ഏറ്റവും കുറവ്, ലെവൽ ഏറ്റവും കൂടുതൽ? ആ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറഞ്ഞിടത്ത് ലെവൽ കൂടുതലായിരിക്കും കുറവായിരിക്കും? പെട്ടെന്ന് പറഞ്ഞു. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറഞ്ഞെടുത്ത് ലെവല് കൂടുതലായിരിക്കും കുറവായിരിക്കും? ലെവല് കൂടുതലായിരിക്കും കുറവായിരിക്കും ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറഞ്ഞെടുത്ത്? ഹലോ, ആരും ഇല്ലേ? ലെസ് ഓർ മോർ? 2ല് ലെവല് കൂടുതലായിരിക്കും കുറവായിരിക്കും? ആരെങ്കിലും ഒന്ന് പറയൂ, എന്താണിത്? ഞാൻ ആരോടെ സംസാരിക്കുന്നത്? ഹലോ, ഞാനിപ്പോ അവസാനിപ്പിച്ചിട്ട് പോകട്ടോ ക്ലാസ്. ലെവല് കൂടുതലായിരിക്കും കുറവായിരിക്കും സെന്നിന്?
2 ലെവൽ കൂടുതലായിരിക്കും കുറവായിരിക്കും അതോ എല്ലായിടത്തും ഒരേ ലെവലായിരിക്കും? ആ ലെവൽ കുറവായിരിക്കും അല്ലേ? ദി ലെവൽ വിൽ ബി ലെസ്. വൈ? എന്തുകൊണ്ടായിരിക്കും കുറവ്? വൈ ഇറ്റ് ഈസ് ലെസ്? വൈ ഇറ്റ് ഈസ് ലെസ്? ചോദിക്കുന്ന ആള് പറഞ്ഞാൽ മതി. ഏഞ്ചൽ പറഞ്ഞ ഏഞ്ചൽ. വൈ ഇറ്റ് ഈസ് ലെസ് അറ്റ് 2? എന്തുകൊണ്ടായിരിക്കും കുറവെന്ന് പറഞ്ഞേ? അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയാം, അല്ലെങ്കിൽ എന്തെങ്കിലും പറയാം, ആൻസർ പറയാം. ഹലോ, എന്താണത്? ആ അർജുൻ പറഞ്ഞേ. അർജുൻസി പറഞ്ഞേ. ഓക്കെ, അർജുൻസി പറഞ്ഞേ. ലെവൽ കൂടുതലായിരിക്കോ കുറവായിരിക്കോ? ഹലോ, എന്താണത്? ആർക്കാ ഞാൻ ഈ ക്ലാസ്? So level will be less in this. നടുവത്തിൽ എന്തായിരിക്കും? ലെവൽ കുറവായിരിക്കും. നടുവത്തിൽ ലെവൽ കുറയാനുള്ള റീസൺ എന്താണ്? നടുവിൽ പ്രഷർ കുറവാണ്. നടുവിൽ പ്രഷർ കുറയാനുള്ള റീസൺ എന്താണ്? നടുവിൽ വെലോസിറ്റി കൂടുതലാണ്. മനസ്സിലായോ? ഫ്ലൂയിഡ് ഇതിലൂടെ ഫ്ലോ ചെയ്യുമ്പോൾ when the fluid flows through this, ഫ്ലൂയിഡ് ഇതിലൂടെ ഫ്ലോ ചെയ്യുമ്പോൾ ഏരിയ കുറഞ്ഞെടുത്ത് എന്തായിരിക്കും? ഏരിയ കുറഞ്ഞെടുത്ത് വെലോസിറ്റി കൂടുതലായിരിക്കും. വെലോസിറ്റി കൂടിയെടുത്ത് എന്തായിരിക്കും? പ്രഷർ കുറവായിരിക്കും. ഏത് ലോ ആണ് പറയുന്നത്? വെലോസിറ്റി കൂടിയെടുത്ത് പ്രഷർ കുറയുന്നുള്ളത് ഏത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്? വെലോസിറ്റി കൂടിയെടുത്ത് പ്രഷർ കുറവായിരിക്കും. ഏത് ലോ വെച്ചിട്ടാണ്? അല്ലെങ്കിൽ ബെർണോളിസ് ഇക്വേഷൻ അല്ലെ? ബെർണോളിസ് ഇക്വേഷൻ. ഓക്കെ, വെലോസിറ്റി കുറഞ്ഞെടുത്ത് പ്രഷർ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ഏരിയ കുറഞ്ഞെടുത്ത് പ്രഷർ കുറവായിരിക്കും. മനസ്സിലായോ? ഏരിയ ഡിക്രീസസ്, വെലോസിറ്റി ഇൻക്രീസസ്, പ്രഷർ ഡിക്രീസസ്. ചിലപ്പം പറയും ഏരിയ കുറയുമ്പോൾ പ്രഷർ കൂടല്ലേ അല്ലെ? ഫോഴ്സ് ബൈ ഏരിയ അല്ലേ പ്രഷറും? അങ്ങനെയല്ല. ഫോഴ്സ് ബൈ ഏരിയ പ്രഷർ ആവണമെന്നുണ്ടെങ്കിൽ എല്ലായിടത്തും എന്താവണം? സെയിം ഫോഴ്സ് ആണെന്ന് പറഞ്ഞിട്ട് ഫോഴ്സ് ബൈ ഏരിയ എല്ലായിടത്തും സെയിം ഫോഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഏരിയ കുറഞ്ഞെടുത്ത് പ്രഷർ കൂടുന്നു പറയാം. അങ്ങനെ ഇവിടെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഇവിടെ എവിടെയും പറഞ്ഞിട്ടൊന്നുമില്ല. എല്ലായിടത്തും സെയിം ഫോഴ്സ് ആണെന്ന് നിയമമൊന്നുമില്ല. സോ ഏരിയ കുറഞ്ഞെടുത്താണ് പ്രഷർ കുറവുണ്ടാവുക. ഏരിയ കുറഞ്ഞെടുത്ത് പ്രഷർ കുറവായിരിക്കും, കാരണം അവിടെ വെലോസിറ്റി കൂടുതലായിരിക്കും. ഈ നാരോ ക്രോസ് സെക്ഷനിൽ എന്താണ്? പ്രഷർ കുറവാണ്, ബിക്കോസ് their velocity is more. Velocity is more according to Bernoulli's equation. Wherever the velocity is less, pressure will be more. ഏതാണ്? എനർജി അല്ലെ? ടോട്ടൽ എനർജി ഹാഫ് റോ വി സ്ക്വയർ. ബെർണോളിസ് ഇക്വേഷൻ അല്ലേ? ഹാഫ് റോ വി സ്ക്വയർ പ്ലസ് P0 pressure plus half rho V square plus rho GH is a constant ആണ്. അപ്പൊ ഇതിനകത്ത് ഹൊറിസോണ്ടൽ പൈപ്പ് ആയതുകൊണ്ട് ഹൈറ്റിൽ മാറ്റമില്ല. അപ്പൊ വെലോസിറ്റി കുറഞ്ഞാൽ അല്ലെങ്കിൽ വെലോസിറ്റി കൂടിയാൽ പ്രഷർ കുറയും. വെലോസിറ്റി കുറഞ്ഞാൽ പ്രഷർ കൂടും. മനസ്സിലായി? പ്രഷർ കുറഞ്ഞ റീജിയൻ നടുവിലുള്ള റീജിയൻ ആണ്. അവിടെ എന്തായിരിക്കും? ആ ഹൈറ്റ് കുറവായിരിക്കും. സോ ഓപ്ഷൻ എ ഇസ് ദി ആൻസർ. ഓപ്ഷൻ എ ആണ് ആൻസർ.
So assume that the drag force on a football depends only on the density of the air. Velocity of the ball and the cross-sectional area of the ball depends only on the density of the air, velocity of the ball, and the cross-sectional area of the ball. Balls of different sizes but same density are dropped in an air column. The terminal velocity reached by balls of masses 250 gram and 125 gram are in the ratio. Terminal velocity ratio ആണ് ചോദിച്ചത്. അപ്പൊ ഇവിടെ ടെർമിനൽ വെലോസിറ്റി എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഡ്രാഗ് ഫോഴ്സ് എയറിന്റെ ഡെൻസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, വെലോസിറ്റി ഓഫ് ബോളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ക്രോസ് സെക്ഷണൽ ഏരിയനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഡ്രാഗ് ഫോഴ്സ് സാധാരണത്തെ ഡ്രാഗ് ഫോഴ്സിനെ തന്നെയാണ്, സാധാരണത്തെ ഡ്രാഗ് ഫോഴ്സ് പോലെ തന്നെയാണ്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അല്ലെങ്കിൽ റേഡിയസ് കൂടിയാൽ എന്ത് ചെയ്യും? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടും. അപ്പൊ നമ്മള് ടെർമിനൽ വെലോസിറ്റിക്ക് പറയുന്നത് എങ്ങനെയാണ് ടെർമിനൽ വെലോസിറ്റി അക്വയർ ചെയ്യുന്നത്? ഇപ്പൊ ഒരു ലിക്വിഡിൽ അല്ലെങ്കിൽ എയറിൽ ഒരു സംഗതി ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇഫ് സംതിങ് ഈസ് ഫോളോയിങ് ഇൻ എ ലിക്വിഡ് ഓർ എയർ, എങ്ങനെയാണ് അത് ടെർമിനൽ വെലോസിറ്റി അക്വയർ ചെയ്യുന്നത്? അതിന് താഴേക്ക് എന്തുണ്ടാവും? അതിന്റെ വെയിറ്റ് ഉണ്ടാവും. ഇറ്റ് വിൽ ഹാവ് ഇറ്റ്സ് വെയിറ്റ് താഴേക്ക്, ഡൗൺവേർഡ് ഡയറക്ഷനിൽ അതിന്റെ വെയിറ്റ് ഉണ്ടാവും. മനസ്സിലായി? ഡൗൺവേർഡ് ഡയറക്ഷനിൽ അതിന്റെ വെയിറ്റ് ഉണ്ടാവും. ഓക്കെ. അപ്പൊ ഇവിടെ ഫുട്ബോളിന്റെ കേസാണ് പറയുന്നത്. സോ ഫുട്ബോൾ എയറിൽ മൂവ് ചെയ്യുന്നതാണ്. ഓക്കെ. സോ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന സിറ്റുവേഷൻ ആണ്. ഓക്കെ. സോ അപ്പൊ സാധാരണ ഇപ്പൊ ഒരു സാധനം താഴേക്ക് വീഴുകയാണെങ്കിൽ അതിന്റെ വെയിറ്റ് താഴേക്ക് ഉണ്ടാവും, മുകളിലേക്ക് ബോയൻസി ഫോഴ്സ് ഉണ്ടാവും. അതിന്റെ വെയിറ്റ് താഴേക്ക് ഉണ്ടാവും, മുകളിലേക്ക് അതിന്റെ ബോയൻസി ഫോഴ്സ് ഉണ്ടാവും. മനസ്സിലായോ? മുകളിലേക്ക് അതിന്റെ ബോയൻസി ഫോഴ്സ് ഉണ്ടാവും. പിന്നെ എന്തുണ്ടാവും? ഇതിനകത്ത് ഡ്രാഗ് ഫോഴ്സ്, വിസ്കസ് ഫോഴ്സും കൂടി ഉണ്ടാവും. വിസ്കസ് ഫോഴ്സ്. അപ്പൊ ഈ വിസ്കസ് ഡ്രാഗ് ഫോഴ്സ് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? വിസ്കസ് ഡ്രാഗ് ഫോഴ്സ് depends on the velocity. വെലോസിറ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ ഒരു ബോൾ മോളിൽ നിന്ന് താഴേക്ക് ഫോളോ ചെയ്യുമ്പോൾ, when a ball is falling in the downward direction, what happens? താഴേക്ക് ഫോളോ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? താഴേക്ക് ഫോളോ ചെയ്യുമ്പോൾ ഇനീഷ്യലി അതിന്റെ വെലോസിറ്റി സീറോ ആയിരിക്കും. അപ്പൊ താഴേക്ക് വിസ്കസ് ഫോഴ്സ്, മുകളിലേക്ക് വിസ്കസ് ഫോഴ്സ് അല്ലെങ്കിൽ ഡ്രാഗ് ഫോഴ്സ് ഒന്നും ഉണ്ടാവില്ല. ഡ്രാഗ് ഫോഴ്സ് വെലോസിറ്റിയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പൊ താഴേക്ക് ഇങ്ങനെ വരുംതോറും വെലോസിറ്റി കൂടിക്കൂടി വരുമ്പോൾ ഡ്രാഗ് ഫോഴ്സ് കൂടിക്കൂടി വരും. ഡ്രാഗ് ഫോഴ്സ് കൂടിക്കൂടി വന്നിട്ട് എന്ത് ചെയ്യും? ഒരു ഇൻസ്റ്റന്റിൽ എത്തുമ്പോൾ താഴേക്കുള്ള വെയിറ്റിന് ആര് ബാലൻസ് ചെയ്യും? ഡ്രാഗ് ഫോഴ്സും ബോയൻസി ഫോഴ്സും ബാലൻസ് ചെയ്യും. ഡ്രാഗ് ഫോഴ്സും ബോയൻസി ഫോഴ്സും കൂടി ബാലൻസ് ചെയ്യും. അപ്പൊ അത് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ടാവില്ല? പിന്നെ ആക്സലറേഷൻ ഉണ്ടാവില്ല. പിന്നെ ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യാണ് ചെയ്യുക. So it will be പിന്നെ അതൊരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ, ആ വെലോസിറ്റിയാണ് നമ്മൾ ടെർമിനൽ വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ടെർമിനൽ വെലോസിറ്റി അക്വയർ ചെയ്ത് കഴിയുമ്പോൾ എന്താവും? താഴേക്കുള്ള വെയിറ്റിനെ ബോയൻസി ഫോഴ്സും എന്തും കൂടി ബാലൻസ് ചെയ്യണം. ഇതും കൂടി ബാലൻസ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ. സോ എഫ് ബി പ്ലസ് ഡ്രാഗ് ഫോഴ്സും കൂടി ബാലൻസ് ചെയ്യാണ് ചെയ്യുക സാധാരണത്തെ സിറ്റുവേഷൻ. സോ ഇപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ ദി ടെർമിനൽ വെലോസിറ്റി റീച്ച്ഡ് ബൈ ദി ബോൾസ് എത്രയാണെന്നാണ് ചോദ്യം. ഓക്കെ. സോ അപ്പോ നമുക്ക് ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാം ഡെൻസിറ്റി ഇസ് ഈക്വൽ 4/3, വെയിറ്റിനെ 4/3 പൈ ആർ ക്യൂബ് റോ ജി എന്ന് എഴുതും. ഇസ് ഈക്വൽ ടു 4/3 പൈ ആർ ക്യൂബ്. ബോയൻസി ഫോഴ്സ് എന്താണ്? വോളിയം ഇൻറ്റു ഡെൻസിറ്റി ഓഫ് ദി ലിക്വിഡ് ഇൻറ്റു ജി ആണ്. 6 പൈ ഈറ്റ ആർ വി എന്ന് എഴുതും അല്ലേ? 6 പൈ ഈറ്റ ആർ. അപ്പൊ എന്നിട്ടാണ് നമുക്ക് ടെർമിനൽ വെലോസിറ്റി വി കിട്ടുന്നത്. വി എന്ന് പറയുന്നത് 2/9 r² സോൾവ് ചെയ്താൽ മതി. 2/9 r²
rho minus sigma g by eta എന്ന് വരും. ഇതാണ് ആൻസർ വരും. 2/9 r square rho minus sigma g by r square. ഇതാണ് ടെർമിനൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ. കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. So terminal velocity here is proportional to r square ആണ്. Terminal velocity here is proportional to the radius square. ബാക്കിയെല്ലാം സെയിം ആണ് ഇവിടെ അല്ലെ? ബാക്കിയെല്ലാം സെയിം ആണ്. സെയിം ബോൾ, സെയിം മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയ ബോളാണ്. എല്ലാം സെയിം ആണ്. സോ റേഡിയസ് മാസ് ഡബിൾ ആണെങ്കിൽ റേഡിയസ് എത്രയായിരിക്കും? മാസ് ഡബിൾ ആണെന്നുണ്ടെങ്കിൽ റേഡിയസ് എന്തായിരിക്കും? ഡബിൾ ആയിരിക്കും. റേഡിയസ് ഡബിൾ ആയിരിക്കുമോ? മാസ് ഡബിൾ ആണെന്നുണ്ടെങ്കിൽ വോളിയം ഡബിൾ ആയിരിക്കും. വോളിയം ഡബിൾ ആണെന്നുണ്ടെങ്കിൽ റേഡിയസ് എന്തായിരിക്കും? റേഡിയസ്. സോ m1 by m2 അല്ലേ? അത്രയാണ്. അല്ലെങ്കിൽ m2 by m1 by m2 2 ആണ്. That is nothing but that is the ratio of density into rho v1 by rho v2 ആണ്. Rho v1 by rho v2 ആണ്. So that is nothing but density cancel ചെയ്ത് കഴിഞ്ഞാൽ മാസ് എന്ന് പറയുന്നത് വോളിയത്തിന്റെ അതേ റേഷ്യോയിലാണ് ഉണ്ടാവുക. സോ വോളിയം എന്ന് പറയുമ്പോൾ 4/3 pi r cube r1 cube by r2 cube 4/3 പൈയും ക്യാൻസൽ ചെയ്താണ്. സോ r1 by r2 എന്ന് പറയുന്നത് 2 raised to 1/3 ആണ്. r1 by r2 എന്ന് പറയുന്നത് 2 raised to 1/3 ആണ്. ഇനി ടെർമിനൽ വെലോസിറ്റിയുടെ റേഷ്യോ എന്താ വരിക? v1 by v2 r1 by r2 the whole square. r1 square by r2 square ആണ്. കാരണം ടെർമിനൽ വെലോസിറ്റി is proportional to radius square ആണ്. സോ വോളിയം ഡബിൾ ആവണമെന്നുണ്ടെങ്കിൽ റേഡിയസ് ഡബിൾ ആവണ്ട, 2 raised to 1/3 ആയാൽ മതി. സോ r1 by r2 the whole square. So this is nothing but 2 raised to 1/3 the whole square. That is 2 raised to 2/3 എന്ന് വരും ആൻസർ. 2 raised to 2/3 will be the answer. Okay, so that's about it. Now അടുത്ത question, water containing air bubbles flows without turbulence through a horizontal pipe which has a region of narrow cross section. In this region the bubbles move with greater speed and are smaller than the rest of the pipe. Move with greater speed and are larger than the rest of the pipe. Move with lesser speed and are smaller. Move with lesser speed and are greater. ഏതാണ് ഒരു ആൻസർ? ഒരു എയർ ബബിൾ ഉണ്ട്, ഒരു പൈപ്പിലൂടെ, ഒരു ഹൊറിസോണ്ടൽ പൈപ്പിലൂടെ ഫ്ലോ ചെയ്യാണ്. ഒരു ക്രോസ് സെക്ഷൻ, നാരോ ക്രോസ് സെക്ഷനിലോട്ട് എത്താണ്. ഇങ്ങനെ പോയിട്ടൊരു, നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഇതിലൂടെ വാട്ടർ ഫ്ലോ ചെയ്യാം. വാട്ടർ ഇസ് ഫ്ലോയിങ് ത്രൂ ദിസ്. അപ്പൊ ഇതിൽ എന്തുണ്ട്? എയർ ബബിൾസ് ഉണ്ടെന്നാ പറഞ്ഞു. എയർ ബബിൾസ് ആർ ദെയർ ഇൻ ദി വാട്ടർ. സോ സ്മോൾ എയർ ബബിൾസ് ഉണ്ട്. അപ്പൊ ഈ നാരോ ക്രോസ് സെക്ഷനിൽ എത്തുമ്പോ എയർ ബബിൾസിന് എന്ത് കൂടും? അല്ല, സ്പീഡ് കൂടുവോ കുറയോ? അതായത് അതേപോലെ സൈസിന് എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ചോദ്യം. What happens to the speed of the air bubbles? Speed will increase. അല്ലെ? നാരോ ക്രോസ് സെക്ഷനിൽ എത്തുമ്പോൾ സ്പീഡ് കൂടും. കറക്റ്റ് ആണ്. കാരണം എന്താണ്? a1 v1 is equal to a2 v2. ആ വാട്ടർ ഫ്ലോ ചെയ്യുന്ന അതേ സ്പീഡിൽ തന്നെ എയർ ബബിൾസും ഫ്ലോ ചെയ്ത് പോകും. സോ വാട്ടറിന്റെ സ്പീഡ് കൂടുന്നതുകൊണ്ട് എയർ ബബിളിന്റെ സ്പീഡും കൂടും. What about the size of the air bubble? Will it be larger or will it be smaller at the narrow? It will be larger. Why? Why is it larger? Why it will be larger? മെർജ് ചെയ്യുന്നോണ്ടൊന്നുമില്ല. എന്നാ ഇങ്ങോട്ട് ഒരൊറ്റ എയർ ബബിൾ ഉള്ളായിരുന്നു. ഒരൊറ്റ എയർ ബബിൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇതാവുന്നതുകൊണ്ടാണ്. Why it will be larger? At a time നാരോ പാത്തിലൂടെ ഒരു എയർ ബബിളെ പാസ് ചെയ്ത് പോകുന്നുള്ളൂ. Still it will be larger. Why it will be larger? എന്തുകൊണ്ടായിരിക്കും? യെസ്, വെരി ഗുഡ്. ലെസ് പ്രഷർ അല്ലേ? പ്രഷർ കുറവായിരിക്കും. കാരണം എന്താണ്? അഗൈൻ നമ്മൾ നേരത്തെ പറഞ്ഞ സിറ്റുവേഷൻ തന്നെ. ഈ നാരോ പാർട്ടിലെത്തുമ്പോൾ വെലോസിറ്റി കൂടും, വാട്ടറിന്റെ പ്രഷർ കുറയും. ദി പ്രഷർ ഓഫ് ദി വാട്ടർ വിൽ ഡിക്രീസ്.
മനസ്സിലായി? ദി പ്രഷർ ഓഫ് ദി വാട്ടർ വിൽ ഡിക്രീസ് എന്ന് പറഞ്ഞാൽ എയർ ബബിളിന് സറൗണ്ടിങ് പ്രഷർ എന്ത് ചെയ്യും? കുറയും. പ്രഷർ കുറഞ്ഞാൽ എന്ത് ചെയ്യും? വോളിയം കൂടില്ല ചെയ്യാം. ടെമ്പറേച്ചറിലുള്ള മാറ്റം നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നില്ല. ടെമ്പറേച്ചർ വാട്ടറിന്റെ ടെമ്പറേച്ചർ തന്നെയാണ് ഉണ്ടാവുക. സോ പ്രഷർ കുറഞ്ഞാൽ നാരോ റീജിയനിൽ വെലോസിറ്റി കൂടുതലാണ്, പ്രഷർ കുറവാണ് അക്കോർഡിംഗ് ടു ബെർണോളിസ് ഇക്വേഷൻ. സോ പ്രഷർ കുറഞ്ഞാൽ എന്ത് ചെയ്യും? വോളിയം കൂടും. സോ ഓപ്ഷൻ ബി വിൽ ബി ദി ആൻസർ. സോ ഇവിടെ ലാർജർ സൈസ് ആയിരിക്കും ബിക്കോസ് ദി പ്രഷർ ഇസ് ലെസ്. Because the pressure is less. Okay, so that's amount. Now, അടുത്ത question. Two masses M1 and M2 connected by a spring of spring constant. ഇനി അടുത്തത് ഇത്രയാണ് ഇതിനകത്ത് നിന്ന് ചോദിച്ചിട്ടുള്ളത്. ഏതിനകത്ത്? നമ്മുടെ സോറി, നമ്മുടെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് നിന്ന് വളരെയധികം കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളൂ. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് അതിനകത്ത് നിന്ന് ചോദിച്ചത്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ടു മാസസ് M1 and M2 കണക്റ്റഡ് ബൈ എ സ്പ്രിംഗ് ഓഫ് സ്പ്രിംഗ് കോൺസ്റ്റന്റ് K rest on a frictionless surface. If the masses are pulled apart and let go, the time period of oscillation is what is the time period of oscillation? Okay, സോ ഇതൊരു ആൻസർ ആയിട്ട് പഠിച്ചു വെക്കേണ്ട സംഗതിയാണ്. ഇങ്ങനത്തെ കേസിൽ എന്താണ് ടൈം പീരീഡ് വരിക എന്നുള്ളത് ഒരു കോമൺ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട സംഗതിയാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ആൻസർ എന്ന് പറയുന്നത്, വാട്ട് ഈസ് ദി ആൻസർ? ഇങ്ങനത്തെ കേസിൽ ടൈം പീരീഡ് നമ്മൾ റെഡ്യൂസ്ഡ് മാസ് എടുക്കണം. വി ഹാവ് ടു ടേക്ക് ദി റെഡ്യൂസ്ഡ് മാസ് ഓഫ് ദി സിസ്റ്റം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു സ്പ്രിംഗ് ഉണ്ട്, ഇതിന്റെ മാസ് M1, ഇതിന്റെ മാസ് M2, പിന്നെ സ്പ്രിംഗ് കോൺസ്റ്റന്റ് K ആണെന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ രണ്ട് സൈഡിലോട്ടും വലിച്ചിട്ട് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ, രണ്ട് സൈഡിലോട്ടും പുഷ് ചെയ്തിട്ട് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ടും ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യും. അപ്പൊ അങ്ങനത്തെ കേസിൽ ടൈം പീരീഡ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ പറയുന്നത് 2π √of m/k ആണല്ലോ. അപ്പൊ ഇവിടെ m/k അല്ല, μ/k ആണ്. μ/k ആണ്. mu is the reduced mass. അതിന് നമ്മൾ reduced mass എന്ന് പറയും. M1 M2 by M1 plus M2. നമ്മൾ ഈ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കണ്ടീഷനിലൊക്കെ എനർജി ലോസ് പറയാറില്ലേ, അതിന് യൂസ് ചെയ്യുന്ന സെയിം സംഗതിയാണ്. M1 M2 by M1 plus M2. ഇതാണ് mu വരിക. ഓക്കെ, അപ്പൊ ഇതാണ് ഇങ്ങനത്തെ കേസിൽ ടൈം പീരീഡിന്റെ ഇക്വേഷൻ. സോ 2π √of M1 M2 by M1 plus M2 divided by K എന്ന് വരും. ഇതിനകത്ത് ഓപ്ഷൻ വരിക ഓപ്ഷൻ എ ആണ് വരിക. ഇത് അറിഞ്ഞിരിക്കേണ്ട റിസൾട്ട് ആണ്. ഇനി ഇതിന്റെ ഡെറിവേഷൻ വേണമെങ്കിൽ ചെയ്യാം. ഡെറിവേഷൻ എങ്ങനെ വരും എന്ന് വെച്ചാൽ നമ്മൾ ഫോഴ്സ് മെത്തേഡോ എനർജി മെത്തേഡോ ഏതെങ്കിലും ഒരു മെത്തേഡ് വെച്ച് ചെയ്യേണ്ടി വരും. സോ ഫോഴ്സ് മെത്തേഡ് എന്താണെന്ന് ചോദിച്ചാൽ ആദ്യം ഫോഴ്സ് മെത്തേഡ് അല്ലെങ്കിൽ എനർജി മെത്തേഡിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യാം? നമ്മൾ രണ്ട് മാസസ് ഉണ്ട് അല്ലെ, രണ്ട് മാസസ് ഉണ്ട്. നമ്മൾ രണ്ട് സൈഡിലോട്ടും ഫോഴ്സ് അപ്ലൈ ചെയ്ത് ഒരു ഈക്വൽ ഫോഴ്സ് രണ്ട് സൈഡിലോട്ടും വലിച്ചിട്ട് എന്ത് ചെയ്യണം? നമ്മൾ അതിനെ റിലീസ് ചെയ്യണം, സിസ്റ്റത്തിനെ റിലീസ് ചെയ്യണം. നമ്മൾ ഇയാളെ ഇങ്ങോട്ട് ഒരു x1 എന്ന് പറയുന്ന സംഗതി റിലീസ് ചെയ്തു. ഈക്വൽ ഫോഴ്സ് ആണ് രണ്ട് സൈഡിലോട്ട് അപ്ലൈ ചെയ്തു. അപ്പൊ ഇയാളെ ഇത് M1 ആണ്, ഇത് M2 ആണ്. ഇയാളെ നമ്മൾ ഇങ്ങോട്ടൊരു x1 എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെന്റ് ഡിസ്പ്ലേസ് ചെയ്തു. മറ്റാളെ ഓപ്പോസിറ്റ് സൈഡിൽ x2 എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെന്റ് ഡിസ്പ്ലേസ് ചെയ്തു. x2 ഓക്കെ, x2 എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെന്റ് M2നെ നമ്മൾ ഡിസ്പ്ലേസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് പറയാ? നമ്മൾ രണ്ട് സൈഡിലോട്ടും ഈക്വൽ ഫോഴ്സ് വെച്ചിട്ടാണ് വലിച്ചത്. രണ്ട് സൈഡിലോട്ടും ഈക്വൽ ഫോഴ്സ് വെച്ചിട്ടാണ് വലിച്ചത്. അല്ലെങ്കിൽ കംപ്രസ് ചെയ്താലും കുഴപ്പമില്ല, കംപ്രസ് ചെയ്തിട്ട് നമ്മൾ ഇതിനെ ലീവ് ചെയ്യാം. അപ്പൊ സ്പ്രിങ്ങിന്റെ ടോട്ടൽ എലോങ്ങേഷൻ എന്ന് പറയുന്നത് എന്താ? x1 plus x2 ആയിരിക്കും. ഒരു സൈഡിലോട്ട് x1, മറ്റേ സൈഡിലോട്ട് x2. സോ ടോട്ടൽ എലോങ്ങേഷൻ എന്ന് പറയുന്നത് x1 plus x2 ആയിരിക്കും. മനസ്സിലായി? ദി ടോട്ടൽ എലോങ്ങേഷൻ ഓഫ് സ്പ്രിങ് ഈസ് x1 plus x2. So x is equal to x1 plus x2 ആണ്. അതായത് ടോട്ടൽ എലോങ്ങേഷൻ ഓഫ് ദി സ്പ്രിംഗ്. ഓക്കെ, ഇനി ഇവിടെ കണ്ടുപിടിക്കേണ്ടത് സ്പ്രിംഗ് ഫോഴ്സ് എന്ത് വരും? സ്പ്രിംഗ് ടോട്ടലി എലോങ്ങേറ്റ് ചെയ്തിരിക്കുന്നത് x ആണ്. അപ്പൊ സ്പ്രിംഗ് എന്ത് ചെയ്യും? രണ്ടിനും ഇങ്ങോട്ട് കിട്ടുന്ന ഫോഴ്സ്, ഇതിനിങ്ങോട്ട് kx ഉണ്ടാവും, ഇതിനിങ്ങോട്ടും kx ഉണ്ടാവും. രണ്ടിനും kx തന്നെയാണ് ഉണ്ടാവുക. നമ്മൾ SHM-നകത്ത് എങ്ങനെയാണ് കാണിക്കുക? SHM-നകത്ത് എങ്ങനെയാണ് ഫോഴ്സ് മെത്തേഡ് വെച്ച് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്? നമ്മൾ എന്ത് കാണിക്കണം?
force is equal to some constant minus some constant into displacement എന്ന് കാണിക്കണം. Minus some constant into displacement എന്ന് കാണിക്കണം. എന്നിട്ട് ഇതിനെ ma mass into acceleration is equal to minus kx എന്ന് കാണിക്കണം. or acceleration is equal to minus k by m into x എന്ന് കാണിക്കണം അല്ലേ അസച്ച്മെന്റ് കേസിൽ. അപ്പൊ ഈ മൈനസ് കെ ബൈ എം ആണ് എന്ത് എന്ന് പറയുന്നത് ഈ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു അതായിട്ട് വരുമ്പോൾ ആ കെ ബൈ എം ആണ് എന്ത് എന്ന് പറയുന്നത് ഒമേഗ സ്ക്വയർ അല്ലെങ്കിൽ ഒമേഗ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് കെ ബൈ എം ആണ്. ഇതാണ് നമ്മുടെ സാധാരണ ഫോഴ്സ് മെത്തേഡ്. എന്ത് ചെയ്യണം ഫോഴ്സ് ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് സം കോൺസ്റ്റന്റ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്ന് കാണിക്കണം. മനസ്സിലായോ? അപ്പൊ ഇവിടെ ഫോഴ്സ് എന്ത് വരും മൈനസ് കെ എക്സ് തന്നെ വരും. ഫോഴ്സ് നമ്മൾ ഇങ്ങോട്ട് എലോങ്ങേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടിനും സ്പ്രിങ് എലോങ്ങേറ്റ് ചെയ്തിരിക്കുന്ന എക്സ് ആണ്. രണ്ടിനെയും സ്പ്രിങ് സെൻട്രലോട്ട് തന്നെ വലിക്കും, തിരിച്ചു വലിക്കും, ടുവേർഡ്സ് മെയിൻ പൊസിഷൻ തന്നെ തിരിച്ചു വലിക്കും വിത്ത് എ ഫോഴ്സ് ഓഫ് കെ എക്സ്. പക്ഷെ ഇവിടെ ഫോഴ്സ് ഇസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് എഴുതിയിട്ട് നമുക്ക് ഇത് നേരിട്ട് എഴുതാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കാണിക്കേണ്ടത് ഫോഴ്സ് ഇസ് ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു എലോങ്ങേഷൻ ഓഫ് സ്പ്രിങ് എന്നല്ല കാണിക്കണ്ടേ. നമ്മൾ ഈ മാസ് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഐ കൺസിഡർ ദിസ് മാസ് m1 കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മൈനസ് കെ ഇൻറ്റു അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് കാണിക്കണം. സം കോൺസ്റ്റന്റ് ഇൻറ്റു അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് അത് എത്രയാണ്? അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? x1 ആണ്. മനസ്സിലായോ? ഫസ്റ്റ് ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന് നമ്മൾ എന്ത് കാണിക്കണം? ഇൻ ടേംസ് ഓഫ് x1 കാണിക്കണം. ഇൻ ടേംസ് ഓഫ് x1 കാണിക്കണം. മനസ്സിലായി? ഇൻ ടേംസ് ഓഫ് x1 വി ഹാവ് ടു ഷോ. ഓർ m2 ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എങ്ങനെ കാണിക്കണം? ഇൻ ടേംസ് ഓഫ് x2 കാണിക്കണം. അല്ലാതെ എക്സിന്റെ ടേംസിൽ കാണിച്ചിട്ട് കാര്യമില്ല. എന്നിട്ട് എന്ത് ചെയ്യണം? അതിൽ നിന്ന് ആ കോൺസ്റ്റന്റിനെ ഇതാണ്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അപ്പൊ എങ്ങനെയാണ് അത് കാണിക്കുക? അത് ഇവിടെ നമ്മൾ രണ്ട് സൈഡിലോട്ടും ഈക്വൽ ഫോഴ്സ് അപ്ലൈ ചെയ്തതിനെ വലിച്ചാൽ അവസാനം ഒരു x1 എന്ന് പറയുന്ന പോയിന്റിൽ പോയിട്ട് നിൽക്കും. സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ ഷിഫ്റ്റ് ചെയ്യാൻ പാടില്ല അല്ലെ? കാരണം രണ്ട് സൈഡിലോട്ടും ഈക്വൽ ഫോഴ്സ് ആണ് കൊടുത്തത്. പിന്നെയുള്ള സ്പ്രിംഗ് ഫോഴ്സ് ആണ്, അത് ഇന്റേണൽ ഫോഴ്സ് ആണ്. സോ ദി നെറ്റ് ഫോഴ്സ് ഇസ് 0. ഇവിടെ സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യാതിരിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? m1 x1 ഹാവ് ടു ബി ഈക്വൽ ടു m2 x. അങ്ങോട്ട് മൂവ് ചെയ്ത ഡിസ്റ്റൻസ് x1 അങ്ങനെയാണെങ്കിൽ m1 x1 ഹാവ് ടു ബി ഈക്വൽ ടു ഇങ്ങോട്ട് മൂവ് ചെയ്ത m2 x2. എങ്കിൽ മാത്രമേ സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ എന്ത് കിട്ടുള്ളൂ? അതേപോലെ നിൽക്കുള്ളൂ. ഓക്കെ. അത് ഞാൻ റൊട്ടേഷനിലൊക്കെ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള സംഗതിയാണ്. അത് നമുക്ക് വേണമെങ്കിൽ കോർഡിനേറ്റ് വെച്ചിട്ടും ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ. m1 x1 ഹാവ് ടു ബി ഈക്വൽ ടു m2 x2. നൗ so from this you can write x1 is equal to m2 x2 divided by m1 or vice versa. x2 is equal to m1 x1 divided by m2. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും ഇക്വേഷൻ 1 ൽ. So x is equal to x1 plus m1 x1 divided by m2 now. Divided by ഇതിനകത്ത് x1 പുറത്തെടുത്താല് ഓക്കെ ഇതാണ് x വരും, ഇതാണ് x വരും. ഓക്കെ. സോ ഇത്രയും മതി, ഇത്രയേ ഉള്ളൂ. സോ x is equal to x1 into 1 plus m1 by m2. നമുക്ക് x എന്ത് ചെയ്ത് കിട്ടി? x1 ന്റെ ടേംസിൽ കിട്ടി. നൗ m1 ൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് പറഞ്ഞു. m1 ൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഇനി ഞാൻ m1 നെ മാത്രം കൺസിഡർ ചെയ്യും. ഞാൻ കൺസിഡർ m2 ആൾസോ. പക്ഷേ ഇപ്പൊ x1 ആണല്ലോ കണ്ടുപിടിച്ചത്. ഇൻ ടേംസ് ഓഫ് x1 ആണ്. അപ്പൊ ഞാൻ m1 നെ മാത്രം കൺസിഡർ ചെയ്യണം. ഞാൻ കൺസിഡറിങ് m1 alone. m1 നെ മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്താ? F is equal to കൺസിഡർ m1. നൗ m1 മാത്രമാണ് നമ്മുടെ ഫോക്കസ്. അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് മൈനസ് കെ എക്സ് തന്നെയാണ്. മൈനസ് കെ ഇൻറ്റു ടോട്ടൽ എലോങ്ങേഷൻ. അതിന് x1 ഡിസ്പ്ലേസ്മെന്റ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ സ്പ്രിങ് ടോട്ടലി എക്സ് എലോങ്ങേറ്റ് ചെയ്തിട്ടുണ്ട്. ആ സ്പ്രിങ് ഫുൾ എലോങ്ങേഷന്റെ ഫോഴ്സും m1 ന് കൊടുക്കും. ഓക്കെ. ബട്ട് ദിസ് ഈസ് നത്തിങ് ബട്ട് മൈനസ് കെ ഇൻറ്റു 1 പ്ലസ് m1 by m2 ഇൻറ്റു x1. 1 പ്ലസ് m1 by m2 ഇൻറ്റു x. മനസ്സിലായി? ഇപ്പൊ m1 മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നൗ this is nothing but mass m1 into a, mass into acceleration of a1. m1 into a1. This is nothing but m1 into a1. So equal to the ഇങ്ങനെ എടുത്താൽ m2 plus m1 divided by m2 into x1, or a1 is equal to minus k into m1 plus m2 divided by m1 m2 into x1 minus.
into x. അപ്പൊ ഇത് ഏത് ഫോർമുല ഒന്ന് നോക്കിയേ. ഇത് ഏത് ഫോർമുല ആണ്? ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു സം കോൺസ്റ്റന്റ്. ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ആ ഡിസ്പ്ലേസ്മെന്റിന്റെ ആ കോൺസ്റ്റന്റ്, ഡിസ്പ്ലേസ്മെന്റിന്റെ കോയിഫിഷ്യന്റ് ആയിട്ട് വരുന്ന സംഗതി, അതാണ് എന്തെന്ന് പറയുന്നത് ഒമേഗ സ്ക്വയർ. ഡിസ്പ്ലേസ്മെന്റിന്റെ കോയിഫിഷ്യന്റ് ആയിട്ട് വരുന്ന സംഗതിയാണ് ഒമേഗ സ്ക്വയർ എന്ന് പറയുന്ന സംഗതി, ആംഗുലാർ ഫ്രീക്വൻസി. ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു സം കോൺസ്റ്റന്റ് മൈനസ് സം കോൺസ്റ്റന്റ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ആ ഡിസ്പ്ലേസ്മെന്റിന്റെ കോയിഫിഷ്യന്റ് ആയിട്ട് വരുന്ന സംഗതിയാണ് ഒമേഗ സ്ക്വയർ. അപ്പൊ ഇവിടെ ആക്സിലറേഷൻ ഓഫ് 1 ഇൻ ടേംസ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് 1 തന്നെ റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞു നമ്മൾ. മനസ്സിലായോ? അപ്പൊ ഇതിനകത്ത് ഒമേഗ സ്ക്വയർ എന്താണ്, അല്ലെങ്കിൽ ഒമേഗ എന്താണ്? ഒമേഗ ഈസ് നത്തിങ് ബട്ട് റൂട്ട് ഓഫ് k ഇൻറ്റു m1 പ്ലസ് m2 ഡിവൈഡഡ് ബൈ m1 m2 ആണ് ഒമേഗ. k ഇൻറ്റു m1 പ്ലസ്, അപ്പൊ ടൈം പീരീഡ് എന്താ? 2π ബൈ ഒമേഗ ആണ്. 2π ബൈ ഒമേഗ. അപ്പൊ 2π ഇൻറ്റു റൂട്ട് ഓഫ് m1 m2 ബൈ m1. അപ്പൊ ചെയ്ത സ്റ്റെപ്പുകൾ മനസ്സിലായോ? നമ്മൾ രണ്ട് സൈഡിലോട്ടും ഒന്നിന് x1 മറ്റേന് x2 വലിച്ചു, അപ്പുറത്തും ഇപ്പുറത്തോട്ടും x1 x2. അപ്പൊ സ്പ്രിംഗിൽ ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ എലോങ്ങേഷൻ ഉള്ള ഫോഴ്സ് ആണ് സ്പ്രിംഗ് രണ്ടിനെയും ഇങ്ങോട്ട് വലിക്കുക. അപ്പൊ F is equal to മൈനസ് kx എന്ന് എഴുതാൻ പറ്റും. പക്ഷേ ഓരോന്നിലും SHM ആയിട്ട് കാണിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫോഴ്സ് ഇസ് ഈക്വൽ ടു മൈനസ് സം കോൺസ്റ്റന്റ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ഒബ്ജക്ട് കാണിക്കണം. മൈനസ് സം കോൺസ്റ്റന്റ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ഒബ്ജക്ട് കാണിക്കണം. അപ്പൊ അതുകൊണ്ടാണ് F is equal to മൈനസ് kx ലെ എക്സിനെ ഏതിന്റെ ടേംസിലോട്ട് മാറ്റിയത്? m1 ന്റെ ഡിസ്പ്ലേസ്മെന്റ് ആയിട്ടുള്ള x1 ന്റെ ടേംസിലോട്ട് മാറ്റിയത്. m1 ന്റെ ഡിസ്പ്ലേസ്മെന്റ് ആയിട്ടുള്ള x1 ന്റെ ടേംസിലോട്ട് മാറ്റിയത്. അപ്പൊ ഇപ്പൊ ഏത് ഫോമിലായി? m1 മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ അത് എന്ത് ഫോമിലായി? m1 a1 is equal to മൈനസ് സം കോൺസ്റ്റന്റ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ഓഫ് x1, ഡിസ്പ്ലേസ്മെന്റ് ഓഫ് 1 മാത്രമുള്ള ഫോമിലായി. മനസ്സിലായി? ഇതാണ് ടൈം പീരീഡ്. സോ ഇതൊരു അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ്. എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂല് ഈ ഇക്വേഷൻ അറിഞ്ഞിരിക്കൽ വളരെ മസ്റ്റ് ആണ്. ടൈം പീരീഡ് is 2π into root of mu by k, where mu is m1 m2 by m1 plus m2. ഇതിനായിട്ടൊരു ക്വസ്റ്റ്യൻ ഏരിയ ആണ് ഈ ഒരു ഒരൊറ്റ സ്പ്രിങ്ങിന്റെ അപ്പുറത്തും ഇപ്പുറത്തും മാസ് അറ്റാച്ച് ചെയ്തിട്ട് ഓസിലേറ്റ് ചെയ്യുന്നതിന്റെ ഫ്രീക്വൻസി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇറ്റ്സ് എ കോമൺ ഏരിയ ഓഫ് ക്വസ്റ്റ്യൻ. സോ അത് അറിഞ്ഞിരിക്കുക. ഈവൻ നീറ്റിന് പോലും അത് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. നീറ്റ് എക്സാമിനും ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ഇക്വേഷൻ അറിഞ്ഞിരിക്കുക. സാധാരണ സ്പ്രിംഗ് ബ്ലോക്ക് സിസ്റ്റത്തിൽ 2π into root of m by k ആണ് ഇങ്ങനത്തെ ഒരു റെഡ്യൂസ്ഡ് മാസ്, അതായത് അപ്പുറത്തും ഇപ്പുറത്തും ഒരൊറ്റ സ്പ്രിങ്ങിന്റെ അപ്പുറത്തും ഇപ്പുറത്തും മാസ് വെച്ചിട്ടുള്ള സംഗതിയിൽ 2π into root of m1 m2 by m1 plus m2 by k ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 8 ആണ്. 8th question. A bead of mass m is attached to midpoint of a taut weightless string of length L and placed on a frictionless horizontal table. Under small transverse displacement as shown, the tension in this string is T, capital T ആണ് tension in this string. Then the frequency of oscillation is, what is the frequency of oscillation എന്നാണ് question. Okay. അപ്പൊ ഇവിടെ ടെൻഷന്റെ ടേംസിലാണ് ആൻസേഴ്സ് ഉള്ളത്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് ടെൻഷൻ ഒരു കോൺസ്റ്റന്റ് ആണ്. സാധാരണത്തെ സിറ്റുവേഷനിൽ ടെൻഷൻ ഒരു കോൺസ്റ്റന്റ് ആവുമോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. ബട്ട് ദേ ഹാവ് ടേക്കൺ ടെൻഷൻ ആസ് കോൺസ്റ്റന്റ്. അതുകൊണ്ടാണ്, അതായത് ടെൻഷൻ കാര്യമായിട്ട് മാറുന്നില്ല, എല്ലാ സെയിം ടെൻഷൻ ആണ് ഉള്ളത് എന്നാണ് അവർ പറയുന്നത്. ഓക്കെ. സോ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇക്വേഷനിലെല്ലാം ടെൻഷന്റെ ടേംസിലാണ് ഉള്ളത്. ഇക്വേഷനിലെല്ലാം ടെൻഷന്റെ ടേംസിലാണ് ഈ സംഗതി ഉള്ളത്. സോ ഇറ്റ്സ് ലൈക്ക് ടെൻഷൻ ഈസ് ദേ ഹാവ് ടേക്കൺ ദി ടെൻഷൻ ആസ് എ കോൺസ്റ്റന്റ്. ടെൻഷൻ എന്താണ്? കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കണം. അല്ലെങ്കിൽ ടെൻഷൻ വേരിയബിൾ ആണെന്നെങ്കിൽ നമുക്ക് ടൈം പീരീഡ് എങ്ങനെ പറയാം? ഒരു വേരിയബിൾ ടൈം പീരീഡ് ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. സോ ദേ ഹാവ് ടേക്കൺ ദി ടെൻഷൻ ആസ് എ കോൺസ്റ്റന്റ് ആൻഡ് വി ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ഔട്ട് ദി ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻസ്. സോ ഇതിനകത്തൊക്കെ ഫോഴ്സ് മെത്തേഡ് തന്നെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഫോഴ്സ് മെത്തേഡ് ആണ് ഇങ്ങനത്തെ കേസിലൊക്കെ എളുപ്പം. സോ ദി മെത്തേഡ് ഈസ് ഓക്കെ. സോ ഇങ്ങനെ ഇതിനെ ബെൻഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ബീഡ് ഉണ്ട് ഓഫ് മാസ് m ഉണ്ട്. ഓക്കെ. ഇതിൽ ഇങ്ങോട്ട് ടെൻഷൻ T ഉണ്ടാവും, ഇങ്ങോട്ടും ടെൻഷൻ T ഉണ്ടാവും. അപ്പോ ഞാനിതിനെ കമ്പോണൻസ് ആക്കുകയാണ്. ഈ ഡിസ്പ്ലേസ്മെന്റ് x ആണെന്നുണ്ടെങ്കിൽ this displacement is x. Let's take the length as L or
del നടക്കാം അങ്ങനെയാണെങ്കിൽ root of L square plus x square വരും അല്ലേ root of L square plus x square എന്നൊക്കെ വരും okay. So now let's take this angle as theta. I'm taking this angle as theta. Oh, okay. Suppose this angle is also theta. So potential components ആക്കുകയാണെങ്കിൽ ഈ component ഇങ്ങോട്ട് t sin theta വരും. ഇതിനകത്തും ഈ component t sin theta ഇങ്ങോട്ട് വരും. രണ്ടിന്റെയും കൂടി t cos theta ഈ ഡയറക്ഷനിൽ വരും. So it will be 2t cos theta along this direction. ഒരു ടെൻഷന്റെയും മറ്റേ ടെൻഷന്റെയും t cos theta രണ്ടും ഈ ഡയറക്ഷനിൽ. So 2t cos theta ആണ് എന്ത് വരിക towards center ഉള്ള restoring force. അപ്പോൾ നമ്മൾ ഇതിനെ just x displace ചെയ്താൽ x displace ചെയ്ത് കഴിഞ്ഞാൽ restoring force ആയിട്ട് വരുന്നത് 2t cos theta ആണ്. The restoring force is 2t cos theta. So F is equal to നമ്മൾ x മുകളിലോട്ട് ഡിസ്പ്ലേസ് ചെയ്താൽ താഴേക്കുള്ളത് so minus 2t cos theta എന്നാണ്. F is equal to minus 2t cos theta. Okay. Now what is cos theta from the figure? Minus 2t x divided by root of L square plus x square ആണ്. X divided by root of x square plus L square ആണ് cos theta എന്ന് പറയുന്നത്. ഫിഗർ നോക്കിയാൽ മനസ്സിലാവും അല്ലേ? പക്ഷേ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് ആണ്. സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് ആണ് അണ്ടർ എ സ്മോൾ ട്രാൻസ്വേഴ്സ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ L square plus x square നമുക്ക് എന്തായിട്ട് തന്നെ എടുക്കാം? അപ്രോക്സിമേറ്റ്ലി L square ആയിട്ട് തന്നെ എടുക്കാം. കാരണം x ന്റെ വാല്യൂ വളരെ ചെറുതാണ് എങ്കിൽ മാത്രമേ നമുക്ക് ഇതൊരു SHM ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റൂ. L square plus x square is equal to approximately equal to L square ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അപ്രോക്സിമേറ്റ് ചെയ്യാം for a small values of theta. Understood? So ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത് minus 2t by L into x. Root of L square plus x square root of L square ആയിട്ട് തന്നെ എടുക്കുകയാണ് കാരണം അതിന്റെ വാല്യൂ വളരെ ചെറുതാണ്. വാല്യൂ വളരെ ചെറുതാണ്. So x square ന്റെ വാല്യൂ വളരെ ചെറുതാണ്. So minus 2t by L into x എന്ന് വരും ഫോഴ്സ്. ഈ ഫോഴ്സിന് എന്ത് എഴുതണം? മാസ് ഇൻറ്റു ആക്സിലറേഷൻ minus 2t by L into x. So acceleration is equal to minus 2t by Lm into x. Okay. So if you can write acceleration is equal to minus some constant into x, minus some constant into x, and that particular constant is called omega square. The coefficient of x will be omega square. Acceleration is equal to minus some constant into x എന്നുള്ള ഫോമിൽ എത്തിക്കഴിഞ്ഞാൽ ആ x ന്റെ കോയിഫിഷ്യന്റ് ആണ് എന്തെന്ന് പറയുന്നത് omega square എന്ന് പറയുന്നത്. SHM ന്റെ കേസിൽ acceleration is equal to minus omega square x ആണ്. In the case of SHM, acceleration is equal to minus omega square x. Understood? So what is omega? What is omega from this? Nothing but 2t by Lm. Omega is 2t by Lm. So what will be the time period? What they have asked? Frequency they have asked. So time period will be 2 pi by omega. So that is 2 pi into Lm divided by 2t, or frequency is equal to 1 by time period, 1 by 2 pi root of 2t by Lm. This will be the frequency, 1 by 2 pi root of 2t by Lm. So this is time period. Okay, this is time period, and the other one is tension. Don't confusion with that. So this is time period. Okay, so no confusion. One is time period and the other is tension. Don't confusion with the both. Or frequency is nothing but omega by 2 pi. Direct ആയിട്ട് അങ്ങനെ എഴുതാം. So option A will be the answer. Option A will be the answer. Now next question is, a book is resting on a shelf that is undergoing vertical simple harmonic motions with an amplitude of 2.5 centimeter. The minimum frequency of oscillation of the shell for which the book will lose contact with the shelf is. The book will lose contact with the shelf is. This is a common type of question. Contact leave in a type of questions. This SHM questions common type of question. Contact leave
ഒരു ഷെൽഫ് ഉണ്ട്. ഇതാണ് അതിന്റെ മെയിൻ പൊസിഷൻ. ഇതാണ് അതിന്റെ മെയിൻ പൊസിഷൻ. ഇത് SHM എക്സിക്യൂട്ട് ചെയ്യാണ്. അപ്പോൾ ആ ഷെൽഫിന്റെ കൂടെ ഇതിന്റെ മുകളിൽ എന്താണോ പ്ലേസ് ചെയ്തിട്ടുള്ളത്, ബുക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട്, ആ ബുക്കും എന്ത് ചെയ്യും? SHM എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, ബുക്കും അതിന്റെ കൂടെ SHM എക്സിക്യൂട്ട് ചെയ്യും. അപ്പൊ ഇതാണ് അതിന്റെ ഇക്വിലിബ്രിയം പൊസിഷൻ. എന്തെങ്കിലും വെച്ച് പിസ്റ്റൺ വെച്ചോ സ്പ്രിംഗ് വെച്ചോ എന്തെങ്കിലും വെച്ചോ അത് SHM എക്സിക്യൂട്ട് ചെയ്തോട്ടെ. അപ്പോ ഇത് താഴത്തെ റീജിയൻ, നമുക്ക് പല റീജിയൻസ് കൺസിഡർ ചെയ്യാം. എന്ത്? താഴത്തെ റീജിയൻ, മുകളിലെ റീജിയൻ. ഓക്കെ, താഴത്തെ റീജിയൻ, മുകളിലെ റീജിയൻ. താഴത്തെ, അതായത് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുമ്പോൾ താഴത്തെ മുകളിലത്തെ റീജിയൻസ്. ഇത് ഷെൽഫിന്റെ മുകളിൽ ഒരു ബുക്ക് പ്ലേസ് ചെയ്തിരിക്കുകയാണ് എന്ന്. ആ പ്ലാങ്ക് ആണ് ഷെൽഫ്. ഓക്കെ, താഴത്തെ റീജിയനിൽ ഇത് കോണ്ടാക്ട് ലീവ് ചെയ്യും? താഴത്തെ റീജിയനിൽ ഇത് കോണ്ടാക്ട് ലീവ് ചെയ്യില്ല. താഴത്തെ റീജിയനിൽ എങ്ങോട്ടാണ് ആക്സലറേഷൻ? ആക്സലറേഷൻ ഈസ് ഓൾവേസ് ടുവേർഡ്സ് മെയിൻ പൊസിഷൻ. ഏത് കേസ് ആണെങ്കിലും SHMന്റെ കേസിൽ ആക്സലറേഷൻ ഈസ് ഓൾവേസ് ടുവേർഡ്സ് മെയിൻ പൊസിഷൻ. അല്ലേ? ഇൻ SHM net force is always towards main position. F is equal to minus kx. അല്ലെങ്കിൽ acceleration is equal to minus some constant into x. So main position എന്നുള്ള displacement in the opposite direction. അല്ലെങ്കിൽ it will be always towards main position. Acceleration is always towards main position. മെയിൻ പൊസിഷന്റെ താഴെയാണെങ്കിൽ മുകളിലോട്ടായിരിക്കും ആക്സലറേഷൻ, മെയിൻ പൊസിഷന്റെ മുകളിലാണെങ്കിൽ താഴേക്കായിരിക്കും ആക്സലറേഷൻ. അപ്പൊ നമ്മൾ ഈ ബുക്ക് മാത്രം അല്ലെങ്കിൽ ബുക്കിനെ മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ ബുക്കും SHM എക്സിക്യൂട്ട് ചെയ്യാണല്ലോ. ബുക്കിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്തൊക്കെയാണ്? ബുക്കിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്തൊക്കെയാണ്? ടെൽ മീ ദി ഫോഴ്സ് ആക്ടിങ് ഓൺ ദി ബുക്ക്. താഴേക്ക് mg ഉണ്ടാവും, മുകളിലോട്ട് നോർമൽ ഫോഴ്സ് ഉണ്ടാവും. താഴേക്ക് mg, മുകളിലോട്ട് നോർമൽ ഫോഴ്സ്. അപ്പോ when the shelf is below the main position, acceleration towards A ആണ്, acceleration towards up ആണ്. So acceleration നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഷെൽഫ് ബിലോ ആണെങ്കിൽ ആക്സലറേഷൻ ഇക്വേഷൻ പറഞ്ഞതിനകത്ത്, അതായത് ആ ഷെൽഫിന് വേറെ ആരെങ്കിലും ഫോഴ്സ് കൊടുക്കുന്നുണ്ടാവും. ഷെൽഫിനെ പറ്റി നമ്മൾ ബോധർ ചെയ്യണ്ട. ആ ബുക്കിന് ആരാ ഫോഴ്സ് കൊടുക്കുന്നത്? ഷെൽഫും mg മാത്രമല്ലേ ഉള്ളൂ. ഷെൽഫ് കൊടുക്കുന്ന നോർമൽ ഫോഴ്സും, അതായത് ഇപ്പോ എന്റെ കൈ ഇതാണ്. എന്റെ കൈ ഇങ്ങനെ SHM എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. എന്റെ കൈയിന് ആരാണ് SHM-നുള്ള ഫോഴ്സ് കൊടുക്കുന്നത് എന്നല്ല ഇവിടെ ചോദിച്ചത്. അത് വല്ല എക്സ്റ്റേണൽ ഏജന്റ് ആരെങ്കിലും കൊടുത്തോളൂ, അത് കൊടുക്കാൻ വേറെ ആളുണ്ട്. പക്ഷെ ഇത് എന്റെ കൈയിന്റെ കൂടെ SHM എക്സിക്യൂട്ട് ചെയ്യുന്ന ഈ മുകളിലുള്ള ഈ വെള്ള സാധനത്തിന് ആരാണ് ഫോഴ്സ് കൊടുക്കുന്നത്? ഫോഴ്സ് കൊടുക്കുന്നത്? എന്റെ കൈയല്ലേ, അല്ലേ? എന്റെ കൈയല്ലേ കൊടുക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഇവിടെ ആക്സലറേഷന്റെ ഇക്വേഷൻ എന്താണ്? ഫോഴ്സ് കൊടുക്കുന്നത് mg ഉണ്ട്, പിന്നെ എന്റെ കൈയും ഉണ്ട്. അപ്പൊ ഇവിടെ ആക്സലറേഷന്റെ ഇക്വേഷൻ എന്താ വരിക? താഴത്തെ റീജിയനിൽ this region is A, this region is B. ആ റീജിയൻ B ആണ്. In region A, ആക്സലറേഷൻ ഇക്വേഷൻ പറഞ്ഞേ. ആക്സലറേഷൻ ഇക്വേഷൻ മുകളിലോട്ടാണ് ആക്സലറേഷൻ. ഇറ്റ് വിൽ ബി n minus mg by m. ആണോ? n minus mg by m. n കോൺസ്റ്റന്റ് ആണെന്ന് പറയുന്നില്ല, n സിറ്റുവേഷൻ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. So from this n is equal to mg plus ma or m into g plus c. കാരണം ആക്സലറേഷൻ മുകളിലോട്ട് ആയതുകൊണ്ട് അത് n into m. So acceleration, so it is, അപ്പോ താഴത്തെ റീജിയനിൽ, അതായത് താഴത്തെ ഈ റീജിയനിൽ എത്തുമ്പോൾ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുമ്പോൾ, ഇപ്പൊ ഇവിടെയാണ് മെയിൻ പൊസിഷൻ, ഇതാണ് മെയിൻ പൊസിഷൻ. ഓക്കെ, ഇതാണ് മെയിൻ പൊസിഷൻ. താഴത്തെ റീജിയനിൽ ഇതിങ്ങനെ ഓസിലേറ്റ് ചെയ്യുമ്പോൾ താഴത്തെ റീജിയനിൽ എന്താണ്? n-ന്റെ വാല്യൂ m into g plus c ആണ് താഴത്തെ റീജിയനിൽ. അത് താഴേക്ക് മൂവ് ചെയ്താലും മുകളിലേക്ക് മൂവ് ചെയ്താലും താഴത്തെ റീജിയനിൽ രണ്ട് ടൈപ്പ് മോഷൻ ഉണ്ട്. അതായത് മെയിൻ പൊസിഷൻ താഴേക്ക് പോകുന്നു, മെയിൻ പൊസിഷൻ മുകളിലോട്ട് വരുന്നു. ഏതാണെങ്കിലും ആക്സലറേഷൻ സെയിം തന്നെയാണ്, ടുവേർഡ്സ് ദി മെയിൻ പൊസിഷൻ തന്നെയാണ്. അതുകൊണ്ടാണ് ഇപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ അയാളെ സ്ലോ ഡൗൺ ചെയ്യും, അപ്പൊ ആക്സലറേഷൻ മുകളിലോട്ടാണ്. പിന്നെ മുകളിലോട്ട് കയറി വരുമ്പോൾ അയാളെ സ്പീഡ് അപ്പ് ചെയ്യാണ് ചെയ്യണം. മനസ്സിലായോ? അപ്പോൾ അവേ ഫ്രം മെയിൻ പൊസിഷൻ താഴേക്ക് പോകുമ്പോൾ അയാളെ സ്ലോ ഡൗൺ ചെയ്തിട്ട് താഴെ എത്തിയിട്ട് അയാളെ സ്റ്റോപ്പ് ചെയ്യിക്കുന്നുണ്ട്. താഴെ സ്റ്റോപ്പ് ചെയ്യിച്ചിട്ട് പിന്നെ അയാളെ മുകളിലോട്ട് തന്നെ തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ആ റീജിയനിൽ ആക്സലറേഷൻ ത്രൂ ഔട്ട് എങ്ങോട്ടാണ്? മുകളിലേക്കാണ്. സോ m into g plus a. സോ എപ്പോഴാണ് കോണ്ടാക്ട് ലീവ് ചെയ്യാം? കോണ്ടാക്ട് ലീവ് ചെയ്യാനുള്ള കണ്ടീഷൻ ആണ് ചോദിച്ചത്. കോണ്ടാക്ട് ലീവ് ചെയ്യുന്ന പ്രോബ്ലംസിനകത്തും എല്ലാം ഒരൊറ്റ സിറ്റുവേഷൻ ആണ്. എന്താണ് സിറ്റുവേഷൻ? നോർമൽ ഫോഴ്സ് 0 ആവുക, അല്ലേ? കോണ്ടാക്ട് ലീവ് ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ ഫോഴ്സ് ഉണ്ടോ? കോണ്ടാക്ട് ലീവ് ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ ഫോഴ്സ് ഉണ്ടോ? ഇല്ല. അപ്പൊ നോർമൽ ഫോഴ്സ് 0 ആവുന്നതാണ് കോണ്ടാക്ട് ലീവ് ചെയ്യാനുള്ള കണ്ടീഷൻ.
അപ്പൊ താഴത്തെ റീജിയനിൽ നോർമൽ ഫോഴ്സ് 0 ആവോ എന്നാണ് എന്റെ ചോദ്യം. താഴത്തെ റീജിയനിൽ നോർമൽ ഫോഴ്സ് 0 ആവോ? എ എന്ന് പറയുന്ന റീജിയൻ ഏതാണെന്ന് മനസ്സിലായോ? മീൻ പൊസിഷന്റെ താഴെ. മീൻ പൊസിഷന്റെ താഴെയുള്ള റീജിയനിൽ ഇത് 0 ആവോ? ഇത് 0 ആവോ? നോർമൽ ഫോഴ്സ് 0 ആവോ എന്നാണ് എന്റെ ചോദ്യം. ഇക്വേഷൻ നോക്കി പറഞ്ഞ പോലെ മക്കളെ. 0 ആവോ? നോർമൽ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താണോ താഴത്തെ റീജിയനിൽ? 0 ആവോ? ഇല്ല. കാരണം എന്താ? m × g + a അല്ലേ? അതെപ്പോഴും ഗ്രേറ്റർ ദാൻ 0 തന്നെ അല്ലേ? ആക്സലറേഷൻ മുകളിലോട്ടാണ് നമ്മൾ എടുത്തത്. So it is not going to be 0 for any value of acceleration. Acceleration value ഏതായാലും അത് m × g + a. It is not going to be 0. In the region B എന്ന് പറയുന്ന റീജിയനിൽ നോക്കിയേ. B എന്ന് പറയുന്ന റീജിയനിൽ മുകളിലോട്ട് നോർമൽ ഫോഴ്സ് ഉണ്ടാവും. കാരണം അതിനെ പുഷ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ, പുൾ ചെയ്യാൻ പറ്റില്ല. താഴേക്ക് mg ഉണ്ടാവും. ആക്സലറേഷൻ താഴേക്കാണ്. അപ്പോ B എന്ന് പറയുന്ന റീജിയനിൽ ഇതിന്റെ ഇക്വേഷൻ പറഞ്ഞ, ആക്സലറേഷന്റെ ഇക്വേഷൻ പറഞ്ഞ ബിയിൽ. What is the equation for acceleration in B? mg minus n by n. ഒരാളെങ്കിലും ഉണ്ടല്ലോ. mg minus n by okay. So the cross multiply ചെയ്താൽ n is equal to m into mg minus ma or m into g minus a. Okay. But താഴത്തെ റീജിയനിൽ n is equal to m into g minus a in region B. In region B, acceleration താഴേക്കാണ്. അപ്പൊ താഴേക്കുള്ള ഫോഴ്സ് ആണ് കൂടുതൽ. mg ആണ് കൂടുതൽ n നേക്കാളും. n into mg minus acceleration is equal to mg minus n by m ആണ്. n is equal to mg minus m എന്നിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ m into g minus. അപ്പൊ ഈ റീജിയനിൽ ഇത് 0 ആവാനുള്ള ചാൻസ് ഇല്ലേ? ഈ റീജിയനിൽ ഇത് 0 ആവാനുള്ള ചാൻസ് ഇല്ലേ? അല്ലെ? അപ്പർ റീജിയനിൽ നോർമൽ ഫോഴ്സ് 0 ആവാനുള്ള ചാൻസ് ഉണ്ട്. എപ്പോഴാണ് 0 ആവാനുള്ള ചാൻസ്? ഇഫ് ആക്സിലറേഷൻ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു g. എവിടെയെങ്കിലും ആക്സിലറേഷൻ g-നേക്കാളും കൂടുതലാവുകയാണെന്നുണ്ടെങ്കിൽ ഈക്വൽ ടു g ആയ തന്നെ കോണ്ടാക്ട് വിട്ടു. പിന്നെ എന്ത് ചെയ്യാം? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു g ആണെങ്കിൽ മനസ്സിലായോ? അപ്പൊ അത് ആക്സിലറേഷൻ ഈക്വൽ ടു g ആവുന്ന സിറ്റുവേഷനിൽ അത് കോണ്ടാക്ട് ലീവ് ചെയ്യും. ആക്സിലറേഷൻ ഗ്രേറ്റർ ദാൻ g ആവുമ്പോഴേക്കും ഈക്വൽ ടു g ആവുന്ന ഇൻസ്റ്റന്റിൽ തന്നെ കോണ്ടാക്ട് ലീവ് ചെയ്യും. മനസ്സിലായി? ആക്സിലറേഷൻ ഈക്വൽ ടു g ആവുമ്പോൾ തന്നെ അത് കോണ്ടാക്ട് ലീവ് ചെയ്യും. സോ അപ്പൊ എന്താണ് കണ്ടീഷൻ? ആക്സിലറേഷൻ ഈക്വൽ ടു g ആവാതിരിക്കലാണ് കോണ്ടാക്ട് ലീവ് ചെയ്യാതിരിക്കാനുള്ള കണ്ടീഷൻ അല്ലെ? ടു നോട്ട് ടു ലീവ് കോണ്ടാക്ട്, കോണ്ടാക്ട് ലീവ് ചെയ്യാതിരിക്കാനുള്ള കണ്ടീഷൻ, ആക്സിലറേഷൻ ഓൾവേസ് ഹാവ് ടു ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു g. എല്ലായ്പ്പോഴും ആക്സിലറേഷൻ g-നേക്കാളും കുറവായിരിക്കും. ഇനി ആക്സിലറേഷന്റെ വാല്യൂ എന്താണ്? ω² x ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു g. ആക്സിലറേഷന്റെ മാഗ്നിറ്റ്യൂഡ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ω² x. അപ്പൊ എപ്പോഴും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആവണമെന്നുണ്ടെങ്കിൽ മാക്സിമം ആക്സിലറേഷൻ എന്താ? മാക്സിമം ആക്സിലറേഷൻ ലെസ് ദാൻ g ആണെങ്കിൽ ബാക്കിയുള്ള ലെസ് ദാൻ ഓട്ടോമാറ്റിക്കലി ആയിക്കോളൂല്ലേ? So maximum acceleration is when it is at extreme position. When it is at extreme position. So less than or equal to g, or frequency have to be less than or equal to g by a. അപ്പൊ ഇതാണ് കോണ്ടാക്ട് ലീവ് ചെയ്യാതിരിക്കാനുള്ള കണ്ടീഷൻ. കോണ്ടാക്ട് ലീവ് ചെയ്യാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഒമേഗ എന്തായിരിക്കണം? ലെസ് ദാൻ ഓർ ഈക്വൽ ടു √g by a. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാൻ. ഇപ്പൊ വെർട്ടിക്കൽ ഓസിലേഷനിൽ കോണ്ടാക്ട് ലീവ് ചെയ്യാതിരിക്കാനുള്ള കണ്ടീഷൻ ഇതാണ്. ഒമേഗ ഹാസ് ടു ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു √g by a. സോ അത് കണ്ടുപിടിക്കുക, അതിനകത്ത് നിന്ന് ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ ഒമേഗ കറസ്പോണ്ടിങ് ഒമേഗ കണ്ടുപിടിക്കുക, അതിനകത്ത് നിന്ന് ആൻസർ കിട്ടും. അപ്പൊ കറസ്പോണ്ടിങ് ഒമേഗ എത്രയാ വരിക? ആംപ്ലിറ്റ്യൂഡ് 2.5 ആണ്, g നമുക്ക് അറിയാം. സോ അങ്ങനെയാണെങ്കിൽ ഒമേഗ കണ്ടുപിടിക്കാം. ഓക്കെ, സോ ഒമേഗ ഹാവ് ടു ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു g 10 ആണ്, ആംപ്ലിറ്റ്യൂഡ് 2.5 സെന്റിമീറ്റർ ആണ്. സോ 2.5 into 10 raised to minus or 25 into 10 raised to minus 1. So this is less than or equal to
How much is it? The 100 വരും 100 by 25 4 വരും അല്ലേ ഇത് 4 omega less than 4 വരും omega is ഇത് 4 തന്നെയല്ലേ omega ആണോ 10 raised to 25 into 10 raised to minus 1 എഴുതാം so 100 by 25 10 by 4 4ന്റെ ഉള്ളിൽ റൂട്ട് 2 ഉണ്ട് ഓക്കെ ഉള്ളിൽ 4 വരും താഴെ 2 so it has to be less than or equal to 2 omega less than or equal to 2 ആവണം ആൻസർ ഇല്ലല്ലോ 2.5 സെന്റിമീറ്റർ കറക്റ്റ് തന്നെ ഉള്ളൂ ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ so frequency എന്താണ് omega by 2 pi ആണ് so this is 2 by 2 pi ആണ് so 1 by pi hertz ആണ് 10 by pi വരണം എന്നാലൊരു ഗുമ്മുള്ളൂ അങ്ങനെയാണെങ്കിൽ 3.18 എന്ന് എഴുതായിരുന്നു ഇത് 1 by pi എന്നാണ് ആൻസർ അങ്ങനെയാണെങ്കിൽ ബി ആയിട്ട് റിലേറ്റഡ് ആയിട്ടാണ് വരേണ്ടത് 9 ആൻസർ അത് ബി ആണ് കൊടുത്തത് പക്ഷെ 2.5 സെന്റിമീറ്റർ ജി സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദാറ്റ് ചെയ്തതിൽ മിസ്റ്റേക്ക് ഉണ്ടോ സ്റ്റെപ്പിൽ എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ കണ്ടിട്ട് ഇതാണ് കണ്ടീഷൻ കേട്ടോ അപ്പോ ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ ഇങ്ങനെ കോണ്ടാക്ട് ഒമേഗ 20 ആണ് 20 വന്ന് അങ്ങനെ 20 so this is nothing but 10 divided by 25 into 10 raised to minus 1 അല്ലേ അപ്പൊ ഇത് ഇങ്ങോട്ട് വന്ന 100 അല്ല ആവാം 20 ആണെങ്കിൽ 3.18 എന്നുള്ള ആൻസർ വരും ഒമേഗ 20 ആണോ വരുന്നത് ഇതിനകത്ത് നിന്ന് ശരിയാ 25 into 10 raised to minus 1 അല്ലല്ലോ 25 into 10 raised to minus 3 അല്ലേ ഓക്കെ 25 into 10 raised to minus 3 അപ്പൊ ഇവിടെ ഓക്കെ ഒമേഗ 20 ആണ് വെരി ഗുഡ് ഒമേഗ 20 ആണ് സോ ഇത് 20 by 2 pi ആണ് എന്ന് പറഞ്ഞാൽ 10 by pi ആണ് സോ ദാറ്റ് ഈസ് 10 by 3.14 3.18 hertz 3.18 hertz 3.18 hertz ഓക്കെ സോ ഓപ്ഷൻ ബി അപ്പോ ഇനി ഇങ്ങനെ കോണ്ടാക്ട് ലീവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ അതിനുള്ള കണ്ടീഷൻ അപ്പൊ ഇതെന്താണ് കോണ്ടാക്ട് ലീവ് ചെയ്യാതിരിക്കാനുള്ള കണ്ടീഷൻ ഒമേഗ സ്ക്വയർ ഹാവ് ടു ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു അതായത് ഒമേഗ സ്ക്വയർ എക്സ് എപ്പോഴും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ആവണമെന്നുണ്ടെങ്കിൽ ഒമേഗ സ്ക്വയർ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ആയാൽ പോരെ മാക്സിമം ആക്സലറേഷൻ ലെസ് ദാൻ ജി ആണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഓട്ടോമാറ്റിക്കലി ലെസ് ദാൻ ജി ആവൂലേ മാക്സിമം വാല്യൂ ജിനേക്കാളും കുറവാണ് അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ഓട്ടോമാറ്റിക്കലി ലെസ് ദാൻ ജി ആയിക്കോളും ഓക്കെ ഇനി എപ്പോഴെങ്കിലും കോണ്ടാക്ട് ലീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷൻ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ആ പ്രോബ്ലംസ് എപ്പോഴും ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കണ്ടല്ലോ to leave the contact in vertical oscillations അതായത് വെർട്ടിക്കൽ ഓസിലേഷൻ അറ്റാച്ച് ചെയ്യാത്ത സിറ്റുവേഷൻ ഇല്ലേ ഇതിപ്പോ വെർട്ടിക്കൽ ഓസിലേഷന്റെ കേസിൽ ഈ സംഗതി ഗ്ലൂ വെച്ച് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്ക്രൂ ചെയ്ത് വെച്ച ബുക്ക് ആണെന്നുണ്ടെങ്കിൽ അത് കോണ്ടാക്ട് ലീവ് ചെയ്യില്ല അപ്പൊ ഗ്ലൂ വെച്ച് ഒട്ടിച്ചതാണെങ്കിൽ അതിന് പുഷും ചെയ്യാം പുള്ളും ചെയ്യാം ഇതിന്റെ മുകളിൽ ഒരു സാധനം വെച്ചു ഇതെന്റെ കൈമേൽ ഒട്ടിച്ച് വെച്ചതാണെങ്കിൽ ഞാൻ മുകളിലോട്ട് കൊണ്ടുപോകുമ്പോൾ അതിനെന്ത് ചെയ്യാം പുഷ് ചെയ്യാം അല്ലെങ്കിൽ ചില സിറ്റുവേഷനിൽ അതിന് പുഷ് ചെയ്യാം ചില സിറ്റുവേഷനിൽ താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ അതിനെന്ത് ചെയ്യാം പുള്ള് ചെയ്യാം രണ്ടും പോസിബിൾ ആണ് അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിൽ കോണ്ടാക്ട് ലീവ് ചെയ്യില്ല നമ്മൾ ജസ്റ്റ് ഇതിന്റെ മുകളിൽ പ്ലേസ് ചെയ്തിരിക്കുകയാണെങ്കിൽ പുഷിങ് മാത്രമേ പോസിബിൾ ഉള്ളൂ പറഞ്ഞു മനസ്സിലായോ ഇതിങ്ങനെ വരുമ്പോൾ അത് കോണ്ടാക്ട് ലീവ് ചെയ്യുന്നുണ്ട് കോണ്ടാക്ട് ലീവ് ചെയ്യുന്നു ഇനിയിപ്പോ ഏതൊരു സിറ്റുവേഷനിലാണെങ്കിലും ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു സാധനം വെച്ചിട്ട് ഇങ്ങനെ പെട്ടെന്ന് ഇടുമ്പോൾ അവർ കോണ്ടാക്ട് ലീവ് ചെയ്യുന്നില്ലേ പ്ലാറ്റ്ഫോമിൽ ഒരു സാധനം വെച്ചിട്ട്
നമ്മൾ പെട്ടെന്ന് ഇതാവുമ്പോ ആ ഒരു പെട്ടെന്ന് താഴേക്ക് വലിക്കുമ്പോ കോണ്ടാക്ട് ലീവ് ചെയ്യുന്നില്ലേ? കോണ്ടാക്ട് ലീവ് ചെയ്യുന്നില്ലേ? ഒരു സംഗതി ഇങ്ങനെ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, കൈ പെട്ടെന്ന് താഴേക്ക് വലിച്ചു. പെട്ടെന്ന് താഴേക്ക് വലിക്കുമ്പോ ആ വലിക്കുന്ന ഇൻസിഡന്റ് കോണ്ടാക്ട് ലീവ് ചെയ്യുന്നില്ലേ? അപ്പൊ അത് എന്തുകൊണ്ടാണ് താഴേക്ക് ലീവ് ചെയ്യുന്നത്? അത് നമ്മുടെ ആക്സലറേഷൻ, നമ്മുടെ കൈയിന്റെ ആക്സലറേഷൻ, അതായത് ഇവിടുത്തെ പ്ലാറ്റ്ഫോമിന്റെ ആക്സലറേഷൻ ജീനേക്കാളും കൂടുതൽ ഉണ്ടാവുമ്പോഴാണ്. ജീനേക്കാളും കൂടുതൽ ഉണ്ടാവുമ്പോഴാണ്. അപ്പൊ താഴേക്ക് അറ്റാച്ച് ചെയ്തിട്ടില്ലെങ്കിൽ, സ്റ്റിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ താഴേക്ക് ഉണ്ടാവാൻ പറ്റുന്ന മാക്സിമം ആക്സിലറേഷൻ എന്ന് പറയുന്നത്, താഴേക്ക് ഉണ്ടാവാൻ പറ്റുന്ന മാക്സിമം ആക്സിലറേഷൻ എന്ന് പറയുന്നത് ജി ആണ്. അതിലും കൂടുതൽ ആക്സിലറേഷൻ ഉണ്ടാവാൻ പറ്റില്ല. അതിലും കൂടുതൽ ആക്സിലറേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? കോണ്ടാക്ട് ലീവ് ചെയ്യും. ആ മൊമെന്റിൽ അത് കോണ്ടാക്ട് ലീവ് ചെയ്യും. പിന്നെ എപ്പോഴെങ്കിലും തിരിച്ച് മീറ്റ് ചെയ്യുമായിരിക്കും. അപ്പൊ നമ്മളും ഇങ്ങനെ വലിക്കുന്ന സമയത്താണ് കോണ്ടാക്ട് ലീവ് ചെയ്യുന്നത്. പിന്നെ എപ്പോഴെങ്കിലും വന്നിട്ട് നമ്മുടെ കയ്യിൽ തന്നെ സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് എപ്പോഴും ഇങ്ങനെ താഴേക്ക് ഒരേ ആക്സിലറേഷൻ കൊടുക്കാൻ പറ്റില്ല. വെലോസിറ്റി ആണെങ്കിൽ കൊടുക്കാം, പക്ഷെ ഒരേ ആക്സിലറേഷൻ സ്ഥിരമായിട്ട് കൊടുക്കാൻ ബുദ്ധിമുട്ടല്ലേ? ടു ലീവ് ദി കോണ്ടാക്ട് എന്താണ് കണ്ടീഷൻ ചോദിച്ചാൽ SHMന്റെ കേസിൽ ഒമേഗ സ്ക്വയർ എ എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ ജി ആവുന്നതാണ് ടു ലീവ് ദി കോണ്ടാക്ട്. ഗ്രേറ്റർ ദാൻ ജി ആവുന്നതാണ് കോണ്ടാക്ട് ലീവ് ചെയ്യാനുള്ള കണ്ടീഷൻ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അത് അറിഞ്ഞിരിക്കുക, പഠിച്ചു വെച്ചാൽ എന്ത് ചെയ്യാം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇടക്കിടക്ക് വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. വെർട്ടിക്കൽ ഓസിലേഷൻസിൽ കോണ്ടാക്ട് ലീവ് ചെയ്യാനുള്ള കണ്ടീഷൻ. സോ ഒമേഗ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ജി ആവുന്നതാണ് എന്തിനുള്ള കണ്ടീഷൻ? വെർട്ടിക്കൽ ഓസിലേഷൻസിൽ കോണ്ടാക്ട് ലീവ് ചെയ്യാനുള്ള കണ്ടീഷൻ. പറഞ്ഞു മനസ്സിലായോ? ഓക്കെ. അപ്പോ SHMലെ ആക്സലറേഷന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഒമേഗ സ്ക്വയർ എക്സ് ആണ്. അതിന്റെ മാക്സിമം വാല്യൂ ഒമേഗ സ്ക്വയർ എ ആണ്. അണ്ടർസ്റ്റുഡ്? ഇനി അടുത്തത്, speed of a bob in a simple pendulum is plotted against the tangential acceleration. The correct graph is represented by. ഇത് നമ്മൾ ക്ലാസ്സിൽ പറയുന്ന സംഗതി തന്നെയാണ്. ആക്സിലറേഷൻ വേഴ്സസ് സ്പീഡ് ഗ്രാഫ് ഇൻ SHM. എന്താണ് അതിന്റെ ഷേപ്പ്? ആക്സിലറേഷൻ വേഴ്സസ് സ്പീഡ് ഗ്രാഫ് ഇൻ SHM. എന്താണ് അതിന്റെ ഷേപ്പ്? SHMല് ആക്സിലറേഷനും സ്പീഡും തമ്മിലുള്ള ഗ്രാഫിന്റെ ഷേപ്പ് എന്താണ്? SHMല് നമുക്കറിയാം വെലോസിറ്റി എന്ന് പറയുന്നത്, സ്പീഡ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണ്. നമ്മൾ ചെയ്യുന്ന സംഗതിയാണ്. SHMല് സ്പീഡ് എന്ന് പറയുന്നത് ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണ്. അപ്പൊ ഇതിനകത്ത് സ്ക്വയർ ചെയ്താൽ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ എ സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ എന്ന് വരും അല്ലെ? മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ. അപ്പൊ ഇതിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വി സ്ക്വയർ ബൈ എ ഒമേഗ ദി ഹോൾ സ്ക്വയർ പ്ലസ് എന്താ പറയാ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ ഇസ് എ കോൺസ്റ്റന്റ് എന്ന് കിട്ടും, അല്ലെങ്കിൽ ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഇസ് ഈക്വൽ ടു 1. ഇതാണ് സ്പീഡും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള ഗ്രാഫ്. ഇത് എന്തിന്റെ ഗ്രാഫാ? ഇതിന്റെ ഷേപ്പ് എന്താ? സ്പീഡും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള ഗ്രാഫിന്റെ ഷേപ്പ് എന്താണ്? വി സ്ക്വയർ ബൈ എ ഒമേഗ. എ ഒമേഗ ഇസ് ദി മാക്സിമം പോസിബിൾ സ്പീഡ്. ദിസ് ഈസ് നത്തിങ് ബട്ട് വി സ്ക്വയർ ബൈ വി മാക്സ് ദി ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ബൈ എ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? മാക്സിമം പോസിബിൾ ഡിസ്പ്ലേസ്മെന്റ്. എക്സ് മാക്സ് ആണ് അത്. ഇത് എന്തിന്റെ ഇക്വേഷനാ? വെലോസിറ്റി വേഴ്സസ് ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ എന്താണ്? എലിപ്സ്. ഇറ്റ്സ് ആൻ ഇക്വേഷൻ ഓഫ് എലിപ്സ്. എലിപ്സിന്റെ ഇക്വേഷൻ ആണ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് പറയുന്നത് എലിപ്സിന്റെ ഇക്വേഷൻ. സോ വെലോസിറ്റിയും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള ഗ്രാഫ് എന്താണ്? എലിപ്സ് ആണ്. വെലോസിറ്റിയും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള ഗ്രാഫ് എലിപ്സ് ആണ്. ഇനി അടുത്തത് ഡിസ്പ്ലേസ്മെന്റും ആക്സിലറേഷനും തമ്മിലുള്ള ഗ്രാഫ് എന്താ? ആക്സിലറേഷൻ ഡിസ്പ്ലേസ്മെന്റ് തമ്മിലുള്ള റിലേഷൻ ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് ആണ്. അപ്പൊ എന്ന് വെച്ചാൽ മൈനസ് സം കോൺസ്റ്റന്റ് ഇൻറ്റു എക്സ് അല്ലേ? സോ ആക്സിലറേഷനും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള ഗ്രാഫ് ഇറ്റ് ഈസ് എ സ്ട്രൈറ്റ് ലൈൻ ഓഫ് നെഗറ്റീവ് സ്ലോപ്പ്. നെഗറ്റീവ് സ്ലോപ്പ് ഉള്ള ഒരു സ്ട്രൈറ്റ് ലൈൻ ആണ് വരുന്നത്. അതിന്റെ നെഗറ്റീവ് സ്ലോപ്പ് എന്താണ്? മൈനസ് ഒമേഗ സ്ക്വയർ. അങ്ങനെ ഒരു സ്ട്രൈറ്റ് ലൈൻ്റെ ഇക്വേഷൻ ആണ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ആക്സിലറേഷൻ വേഴ്സസ് ഡിസ്പ്ലേസ്മെന്റ്. ഇനി നമുക്ക് ആക്സിലറേഷൻ വേഴ്സസ് വെലോസിറ്റി ഗ്രാഫ് ആണ് ചോദിച്ചത്. ആക്സിലറേഷൻ വേഴ്സസ്, അപ്പൊ ഇതിനകത്ത് ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ അറിയാം. ഇതിനകത്ത് എക്സ് സ്ക്വയറിന് എന്ത് വെച്ച് റീപ്ലേസ് ചെയ്താൽ മതി? ആക്സിലറേഷൻ വെച്ച് റീപ്ലേസ് ചെയ്താൽ മതി. സോ എക്സ് ഇസ് ഈക്വൽ ടു എ ബൈ അല്ലെങ്കിൽ മൈനസ് എ ബൈ ഒമേഗ സ്ക്വയർ ആണ്. ഓർ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എങ്ങനെ പറയാം? സ്ക്വയർ ചെയ്താൽ മൈനസ് പോയിക്കോളും. ഒമേഗ റൈസ് ടു 4 എന്ന് പറയാം. ഒമേഗ റൈസ് ടു 4. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഇക്വേഷൻ 1ൽ എക്സ് സ്ക്വയറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ
V square by V max the whole square plus x square എന്ന് substitute ചെയ്യാം a square by omega raised to 4 a square എന്നായിട്ട് മാറും is equal to 1. Or you can write it this way, V square by V max the whole square plus a square by a omega a square or a omega square the whole square is equal to 1. ഈ a omega square അല്ലേ ആക്സിലറേഷന്റെ മാക്സിമം പോസിബിൾ വാല്യൂ, ഒമേഗ സ്ക്വയർ എ അല്ലേ ആക്സിലറേഷന്റെ മാക്സിമം പോസിബിൾ വാല്യൂ അല്ലേ, ഒമേഗ സ്ക്വയർ എ അല്ലേ ദി മാക്സിമം പോസിബിൾ വാല്യൂ. അപ്പൊ ഇതെന്താണ്, വി സ്ക്വയർ ഡിവൈഡഡ് ബൈ വി മാക്സ് ദി ഹോൾ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ എ മാക്സ് ദി ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1. അപ്പൊ വെലോസിറ്റി വേഴ്സസ് ആക്സിലറേഷൻ ഗ്രാഫ് വരച്ചാലും എന്താണ് ഷേപ്പ്, എന്താണ് ഷേപ്പ്? വെലോസിറ്റി വേഴ്സസ് ആക്സിലറേഷൻ ഗ്രാഫ് വരച്ചാലും എന്താണ് ഷേപ്പ്? അല്ലെങ്കിൽ ആക്സിലറേഷൻ വേഴ്സസ് വെലോസിറ്റി ഗ്രാഫ് വരച്ചാലും ഷേപ്പ് എന്തായിരിക്കും? എലിപ്സ്. ഇറ്റ് വിൽ ബി എലിപ്സ്. അപ്പോ SHMന്റെ കേസിൽ വെലോസിറ്റി വേഴ്സസ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫും വെലോസിറ്റി വേഴ്സസ് ആക്സിലറേഷൻ ഗ്രാഫും എലിപ്സ് തന്നെയാണ്. വെലോസിറ്റി വേഴ്സസ് ആക്സിലറേഷൻ ഗ്രാഫും എലിപ്സ് തന്നെയാണ്. ആകെ സ്ട്രെയിറ്റ് ലൈൻ വരുന്ന ഏതാണ്? വെലോസിറ്റി വേഴ്സസ് ആക്സിലറേഷൻ വേഴ്സസ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. ആക്സിലറേഷൻ വേഴ്സസ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. ബാക്കിയെല്ലാം എന്താണ്? എലിപ്സ് ആണ് വരിക. ഓക്കെ, സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ എ. ഓപ്ഷൻ എ വിൽ ബി ദി ആൻസർ. ബാക്കി എന്നാലും നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ബാക്കി ഒരു 4-5 ക്വസ്റ്റ്യൻസും കൂടി ഉണ്ട്. ബാക്കി സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, ചെയ്യാൻ നോക്കാം. ഓക്കെ, പക്ഷെ 11 നല്ല ക്വസ്റ്റ്യൻ ആണ്, ചെയ്യാൻ നോക്കാം. ഓക്കെ, ശരി, താങ്ക് യു.